ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +1 ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സംസ്കാരം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഫസ്റ്റ് ക്ലാസ് ഇന്ന് ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ മതങ്ങൾ, അതായത് പുരാതന മതങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത്. ആദ്യത്തെ മതം ജൈനമതം. ജൈനിസം എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടും. ജൈനമതം ഇന്നത്തെ രീതിയിൽ ക്രമപ്പെടുത്തിയെടുത്തിയ ആൾ മഹാവീരനാണ്. അതുകൊണ്ട് ജൈനമത സ്ഥാപകൻ മഹാവീരൻ എന്നാണ് ജൈനമത സ്ഥാപകനെ അറിയപ്പെടുന്നത്. മഹാവീരൻ ഋഷഭദേവനാണ് ജൈനമതം സ്ഥാപിച്ചത്. എന്നിരുന്നാലും മഹാവീരൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി ജൈനമതത്തിന് തത്വങ്ങളുണ്ട്. 3 തത്വങ്ങളാണ് പ്രധാനമായും ജൈനമതത്തിനുള്ളത്. ആദ്യത്തെ തത്വം പഞ്ചവ്രതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 5 വ്രതങ്ങളാണ്: സത്യം, അഹിംസ, ആസ്തേയം. ആസ്തേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കുക, നമ്മൾ മോഷ്ടിക്കരുത്, അതാണ് ആസ്തേയം. അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വസ്തു ആഗ്രഹിക്കാതിരിക്കുക, സ്വന്തം വന്നാൽ ആഗ്രഹിക്കാതിരിക്കുക. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിൽ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകണം. അതിൽ ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ബ്രഹ്മചര്യം. അപ്പം അതാണ് പഞ്ചവ്രതങ്ങൾ എന്ന് പറയും. അത് ഒന്നാമത്തെ ജൈനമത തത്വമാണ്, ഫസ്റ്റ് ജൈനമത തത്വം. ഇനി രണ്ടാമത്തെ ജൈനമത തത്വം അനേകാന്തവാദയാണ്. അനേകാന്തവാദം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ വിവിധ വശങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വിവിധ വശം, ഒരു ജൈന മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സത്യമേ പറയാവൂ, ഇതാണ് അനേകാന്തവാദ. ഇനി ത്രിരത്ന, മൂന്നാമത്തെ ജൈനമത തത്വമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 രത്നങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അതായത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പെരുമാറ്റം. ഇതിനെ ത്രിരത്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത മതം ബുദ്ധമതമാണ്. ഇത് 583 483 ക്രിസ്തുവിന് മുൻപ് ഉള്ള കാലഘട്ടത്തിലാണ്. ഈ ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. സിദ്ധാർത്ഥൻ എന്നാണ് ഗൗതമ ബുദ്ധൻ്റെ ചെറുപ്പത്തിലെ പേര്. അദ്ദേഹം ബുദ്ധമത സന്യാസിയായപ്പോഴേക്കാണ് ഗൗതമ ബുദ്ധൻ എന്ന പേര് സ്വീകരിച്ചത്. ബുദ്ധമതത്തിന് പ്രധാന ദർശനങ്ങളുണ്ട്. ഈ ദർശനങ്ങൾ 4 ദർശനങ്ങളാണ് ബുദ്ധമതത്തിനുള്ളത്. ഒന്ന്, എല്ലാ മനുഷ്യൻ്റെയും ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്, അത് വ്യക്തമാണല്ലോ. അടുത്തത്, ആഗ്രഹമാണ് ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം. കഷ്ടപ്പാടുകളെല്ലാം കാരണം മനുഷ്യൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. അതാണ് ആഗ്രഹം അവസാനിച്ചാൽ കഷ്ടപ്പാടുകളും അവസാനിക്കും. അതാണ് മറ്റൊരു ബുദ്ധമത ദർശനം. പിന്നെ അഷ്ടാംഗ മാർഗം. ബുദ്ധമതത്തിൽ ഒരു 5-8 മാർഗങ്ങളുണ്ട്. ആ മാർഗം നമുക്ക് മോക്ഷം നൽകുന്നതാണ് ബുദ്ധമത വിശ്വാസം. ഇനി അഷ്ടാംഗ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായ ധാരണ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ ശരിയായി അറിഞ്ഞിരിക്കണം. ശരിയായ ചിന്ത എപ്പോഴും നേരെ ആയിരിക്കണം, വളഞ്ഞ വഴിയിലാകരുത്. സംസാരം ശരിയായിരിക്കണം, ശരിയായ സംസാരം. ശരിയായ പ്രവൃത്തി ഒരിക്കലും ദുഷ്പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, സത്പ്രവൃത്തി മാത്രമേ ചെയ്യാവൂ. ശരിയായ ഉപജീവന മാർഗം. ശരിയായ പരിശ്രമം വേണം ജീവിതത്തിൽ, അതാണ് മറ്റൊരു അഷ്ടാംഗ മാർഗത്തിൽ മറ്റൊരു മാർഗം. ശരിയായ മനസ്സ് എപ്പോഴും നല്ല ശക്തിയുള്ള തെളിഞ്ഞ മനസ്സിനുടമയായിരിക്കണം. ശരിയായ ധ്യാനം. ഇവയാണ് അഷ്ടാംഗ മാർഗങ്ങൾ. ഇത് ബൈഹർട്ടാക്കുക. ഇനി ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിൽ ഉയർന്നു വന്ന ഭാരതത്തിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ ഭക്തി പ്രസ്ഥാനത്തിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. തുളസീദാസ, കബീർദാസ് ഇവരൊക്കെയാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കവികൾ. ഇവർ ഹിന്ദി കവികളാണ്. ആ കവികളാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഭക്തി പ്രസ്ഥാനത്തിൽ വരുന്നത്. അതിൻ്റെ സവിശേഷതകൾ: ഒന്ന്, ദൈവവിശ്വാസം ഉള്ളവരാണ് ഭക്തി പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നത്. ഹൃദയത്തിൽ വിശുദ്ധി ഉള്ളവരായിരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉടമകൾ. ഹിന്ദു മുസ്ലിം ഐക്യമാണ്. ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവില്ലാതെ അവരുടെ ഐക്യം. പിന്നെ വിഗ്രഹാരാധനയോടെ എതിർക്കുന്നു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. പിന്നെ ജാതി വ്യവസ്ഥയോട് അവർക്ക് എതിർപ്പാണ്. ഈ ഭക്തി പ്രസ്ഥാനത്തിലുള്ളവർക്ക് ജാതിയില്ല. ഇനി പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഭാരത സംസ്കാരം കരുപിടിപ്പിക്കുന്നതിൽ രാജാറാം മോഹൻ റോയ് വളരെയേറെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു, പിന്നെ സതി നിർത്തലാക്കി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഓർത്തിരിക്കേണ്ട. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി. ഇനി ഇതോടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീരൻ, ബുദ്ധമത സ്ഥാപകൻ ഗൗതം ബുദ്ധൻ, സിഖ് മതം സ്ഥാപിച്ച ഗുരുനാനാക്ക്.
സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്ത രാജാറാം മോഹൻ റോയ്. ബ്രഹ്മജ സമാജ സ്ഥാപകനും രാജാറാം മോഹൻ റോയ് ആണ്. ഇനി കുറച്ച് വിവരണാത്മക ചോദ്യങ്ങളുണ്ട്. സംസ്കാരം എന്നാൽ എന്താ, സംസ്കാരത്തിൻ്റെ സവിശേഷത, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി ഇത് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.